ഗൈസ്, നിങ്ങൾക്ക് പാമ്പിനെ പേടിയുണ്ടോ? ചില ആൾക്കാർക്ക് പാമ്പിനെ ഭയങ്കര പേടിയായിരിക്കും. കാണുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നും. അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പടം കാണാനേ നിൽക്കരുത്, പണി കിട്ടും. ഹേ ഗൈസ്, ജോ ഹിയർ. വെൽക്കം ബാക്ക് ടു ജോ വോയേജ്. പാസഞ്ചേഴ്സൊക്കെ ആയിട്ട് ഒരു പ്ലെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് ആ പ്ലെയിൻ്റെ ലഗേജൊക്കെ വെക്കണ ഭാഗത്ത് ഒരു ബ്ലാസ്റ്റ് നടക്കും. പക്ഷേ ഈ പാസഞ്ചേഴ്സോ അല്ലെങ്കിൽ പ്ലെയിൻ്റെ ആ ക്രൂവോ ആരും ഇതറിയില്ല. കാരണം അത്ര വലിയ സൗണ്ടിലല്ല ഇത് പൊട്ടുക. ചെറിയൊരു പൊട്ടിത്തെറി അത്രേ ഉള്ളൂ. പക്ഷെ ആ പൊട്ടിത്തെറിയുടെ ആഘാതം എന്ന് പറയുന്നത് വലുതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബോക്സസിൽ കുറച്ച് പാമ്പുകൾ ഉണ്ടാവും. അതായത് നീർക്കോലി മുതൽ അനാക്കോണ്ട വരെ ഉണ്ടാവും. ഈ ലോകത്തിലുള്ള എല്ലാ പാമ്പുകളും അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇതൊന്നും അറിയാതെ നമ്മുടെ പാസഞ്ചേഴ്സ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുമായിരിക്കും കേട്ടോ. അതിൽ കോഴികളുണ്ട്, ഫിലിം സ്റ്റാർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു പോലീസുകാരുണ്ട്, അങ്ങനെ നമ്മുടെ നായകനൊക്കെ അതിലുണ്ട്. ഈ പാമ്പുകൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വയേഴ്സ് ഉണ്ടാവുമല്ലോ, അതായത് കോക്പിറ്റിക്കൊക്കെ കറണ്ടും ഈ സപ്ലൈ ഒക്കെ പോണ വയേഴ്സ് ഉണ്ടാവുമല്ലോ, അത് ആദ്യം കടിച്ചു മുറിക്കും. അപ്പോൾ ഈ വയറുകൾ കടിച്ചു മുറിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൺട്രോൾ പോവും. അതായത് കുറേ ഫങ്ഷൻസ് ഓഫ് ആവും. അപ്പോൾ ഈ ക്യാപ്റ്റൻ ഉണ്ടാവില്ല, അതായത് പൈലറ്റിൽ മുതിർന്ന ആളായിരിക്കില്ല ക്യാപ്റ്റൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റൂം ഉണ്ടാവുമല്ലോ, അതായത് നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ വയറൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന റൂം ഉണ്ടാവും. അപ്പോൾ അതിൽ പോയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവും. അവിടുന്ന് ക്യാപ്റ്റനെ പാമ്പ് കടിക്കും. ആള് സ്പോട്ടിൽ ഡെഡ് ആവും. കുറേ നേരമായിട്ട് ക്യാപ്റ്റനെ കാണാതെ ഇവർ കോ പൈലറ്റ് ഉണ്ടാവുമല്ലോ, ആള് താഴത്തിറങ്ങി നോക്കുമ്പോൾ ക്യാപ്റ്റൻ മരിച്ചു കിടക്കായിരിക്കും. അപ്പോൾ പാമ്പിനൊന്നും അവിടെ കാണില്ല. പെട്ടെന്ന് ഇവരുടെ ഫസ്റ്റത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതായിരിക്കും എന്നുള്ളതാവും. ഇപ്പോൾ പ്ലെയിൻ ഓടിക്കണത് ഒരു പൈലറ്റാണ്, അതായത് കോ പൈലറ്റ് ഉണ്ടാവുമല്ലോ, അയാളാണ് ഇപ്പോഴത്തെ സീനിയർ. അപ്പോൾ അയാളാണ് ഇപ്പോൾ പ്ലെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു പാമ്പുകളുള്ളത് മറ്റേ നമ്മുടെ ലഗേജൊക്കെ വെക്കണ ആ ഒരു ഭാഗത്താണെന്നുള്ളത്. അപ്പോൾ ഈ പാമ്പുകൾ അവിടുന്ന് മെല്ലെ മെല്ലെ ആൾക്കാരിരിക്കണ ക്യാബിൻ ഉണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഓരോരുത്തരായിട്ട് കടിക്കും. നമ്മൾ ഈ ആനിമൽ പ്ലാനറ്റിലും ഡിസ്കവറിയിലൊക്കെ കാണാത്ത തരത്തിലുള്ള പാമ്പുകൾ വരെ അതിലുണ്ടാവും. പല സൈസിൽ പല കളറിലുള്ള പാമ്പുകൾ വരെ. ഈ പാമ്പുകളാണെങ്കിൽ ഭയങ്കര അക്രമാസക്തരാണ്. അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ പ്ലെയിനിലുള്ള ആൾക്കാർ രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം പ്ലെയിനല്ലേ, ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. നമ്മുടെ പറമ്പൊക്കെ ആണെങ്കിൽ എങ്ങടെയൊക്കെ ഓടിപ്പോവുക. പിന്നെ അത് മാത്രമല്ല, പാമ്പിനെ തല്ലിക്കൊല്ലാൻ പറമ്പിലൊക്കെ ആണെങ്കിൽ വടി കിട്ടും. ഇതവരെന്ത് ചെയ്യാനാ? ഇതിൽ മരിക്കാത്ത ആൾക്കാർ, അതായത് പാമ്പ് കടി ഏൽക്കാത്ത ആൾക്കാർ ഇവരുടെ ക്യാബിനിക്ക് പാമ്പുകൾ വരണ്ടെന്ന് വെച്ചിട്ട് ബാഗ് വെച്ചിട്ട് ഒരു മറ പോലൊക്കെ ഉണ്ടാക്കി വെക്കും. പക്ഷെ കാര്യമൊന്നുമില്ല, അതൊക്കെ പൊളിച്ചിട്ട് പാമ്പുകൾ ഉള്ളിലേക്ക് വരും. ഞാൻ പറഞ്ഞില്ല, ക്യാപ്റ്റൻ പാമ്പ് കടിയിട്ട് മരിച്ചു. ഇപ്പോൾ ഒരു പൈലറ്റാണ് പ്ലെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, അയാളും പാമ്പ് കടിയിട്ട് മരിക്കും. അതായത് കോക്പിറ്റിൻ്റെ ഉള്ളിൽ നിറയെ പാമ്പുകളായിരിക്കും. അപ്പോൾ ഈ കോ പൈലറ്റ് മരിക്കണതിന് മുന്നേ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോക്പിറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു ഡോർ ഉണ്ടാവുമല്ലോ, അത് ലോക്ക് ചെയ്ത് വെക്കും. അയാൾ ചെയ്തത് നല്ല കാര്യമാണെന്നുണ്ടെങ്കിലും ഇയാൾ അതിൻ്റെ ഉള്ളിൽ മരിച്ചു കിടക്കുകയും ചെയ്യും. കാരണം ഈ പാമ്പുകൾ ഈ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ കോക്പിറ്റ് ലോക്ക് ചെയ്യുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ ആരും ഓടിക്കും? അയാളത് ലോക്ക് ചെയ്ത് പോയില്ലേ. ഇവർ ആ ഡോർ എങ്ങനെയൊക്കെ കുത്തിപ്പൊളിച്ച് തുറന്നു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിറയെ പാമ്പുകളായിരിക്കും. ഇവർക്ക് എന്തായാലും കോക്പിറ്റിൻ്റെ ഉള്ളിൽ കയറിയേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലെയിൻ ക്രാഷ് ആവില്ലേ, ക്രാഷ് ലാൻഡ് ചെയ്യും, ഇവരെല്ലാവരും തട്ടിപ്പോവും. അപ്പോൾ ഇവരുടെ അടുത്തൊരു പ്ലാനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയിനിൻ്റെ വിൻഡോ ഉണ്ടാവുമല്ലോ അത് വെടിവെച്ച് തകർക്കും. അപ്പോൾ ഈ പ്രഷറിൻ്റെ ഒരു ഇതിൽ ഈ കോക്പിറ്റിൻ്റെ ഡോർ തുറക്കുമ്പോൾ പാമ്പുകൾ മൊത്തം ആ ഒരു കാറ്റത്ത് അങ്ങോട്ട് പോകും. ബാക്കിയുള്ള പാസഞ്ചേഴ്സിൻ്റെ മൊത്തം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ലോക്ക് ചെയ്തിരിക്കാൻ പറയും, അല്ലെങ്കിൽ അവർ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാലോ. ഇപ്പോൾ പ്ലെയിൻ ഓടിക്കാൻ പൈലറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇവരെങ്ങനെയൊക്കെ ഒരു വിധത്തിൽ പ്ലെയിൻ ലാൻഡ് ചെയ്യും സേഫായിട്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണ് കഥ. ഇതിലെ വില്ലൻ ഉണ്ടല്ലോ, വില്ലൻ ഒരാളിനെ അടിച്ചു കൊല്ലണത് ഇതിലെ നായകൻ കാണും. ആകെ അയാൾ മാത്രമേ സാക്ഷി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു വില്ലൻ നായകനെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് ഇതിൽ ഞാൻ പറഞ്ഞ ഒരു പോലീസുകാരുണ്ടല്ലോ, അയാൾ ഇവനെയും കൊണ്ട് ആ പ്ലെയിനിൽ രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പോൾ ഇവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ വില്ലൻ കുടുങ്ങും. അതായത് അയാളൊരു ഡോണാണ്, അയാൾ ജയിലിലാവും. കാരണം ഒരാളെ തല്ലിക്കൊന്നതിന് ഇവൻ മാത്രമേ ഉള്ളൂ സാക്ഷി. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇവനെ കൊല്ലണം. അതിന് വേണ്ടിയിട്ടാണ് പ്ലെയിനിനെ പാമ്പിനെ കയറ്റിയതും ആ ഒരു ബ്ലാസ്റ്റ് നടത്തിയതും ഒക്കെ. 2006 ഇറങ്ങിയ ഒരു ഹോളിവുഡ് പടമാണ് സ്നേക്സ് ഓൺ എ പ്ലെയിൻ. ഹോളിവുഡ് പടം ആയതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കാണാത്തവരെന്തായാലും കണ്ടോ, നല്ല കിടിലൻ പടമാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല കിടിലൻ ക്വാളിറ്റി പടങ്ങളുടെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.